അതിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. ഫിനിക്സ് ആവനപ്രാശത്തിലേക്ക് അത് പോകാറുണ്ട്. ബ്രിട്ടീഷുകാർ ഫസ്റ്റ് വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് ഗോൾഡ് കുരുമുളക് ഫസ്റ്റ് വന്നത് ഈ വൈൽഡ് പെപ്പറിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്നാണ് അവർ ഈ സങ്കരേന മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ വ്യത്യാസമുണ്ട്. അതാണ് പിന്നെ ഉള്ളതൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായത് പിന്നെയാണ്. കാരണം ഈ വട്ടാന്ന് പറയണ്ടേ, വട്ടാന്ന് പറയുന്നത് നല്ലൊരു ചെടിയല്ല, കാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. താഴേക്ക് വെയിലധികം കൊടുക്കില്ല. ഉണ്ടല്ലോ ചെറുതേൻ, കുറുന്തേൻ, തേനിൽ തന്നെ പല ടൈപ്പ് തേനുകളുണ്ട്. ഉള്ളത് ചെറുതേൻ, ഇതിൻ്റെ ഉള്ളിൽ ചെറുതേൻ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രൈബ്സ് വന്ന് ഇതേപോലെ വെട്ടി എടുത്ത് ഇങ്ങനെ ഇതാക്കിയതാണ്. അതൊരു ഇത് കൂടും കൂടിയാണ് മറ്റേ പക്ഷികൾക്ക്. ശരിക്കും ഇതിന്റെ കാതലല്ലേ പോയേക്കുന്നതിനകത്ത്? ഇല്ലില്ല, കാതൽ ഉള്ളിൽ ഈ സെന്ററിൽ ശരി ശരി. ഇതിന്റെ കവർ ചെയ്യുന്നത് കണ്ടില്ലേ, ഇതേപോലെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ സ്ട്രെങ്തിനെ ബാധിക്കല്ലേ ഹോള്? ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും ഇറങ്ങുമ്പോഴേ ഷോൾഡർ ശരിക്കിറങ്ങിയാൽ മതി, ഇതേപോലെ ചെരിഞ്ഞിറങ്ങിയാൽ മതി. നേരെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ വെയിറ്റ് കൂടുതൽ തലയ്ക്കല്ല ശരീരത്തിൽ. അതാണല്ലോ എടുത്ത് കെട്ടിടത്തിന്റെ മേലെ നിന്നൊക്കെ എടുത്ത് ചാടുമ്പോൾ തല കുത്തി വീഴുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം അത്ര വീതി ഉണ്ടല്ലോ വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും. തണുപ്പില്ലല്ലോ, ചെറിയൊരു പുല്ലാനി മൂർക്കന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൊതുവെ അങ്ങനെ ഒരു മൂർക്കനൊന്നും ഇല്ല. ഭയങ്കര രസമല്ലേ എന്നെ കാണാൻ? മാക്രോ ഫോട്ടോഗ്രാഫിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ് ഫോട്ടോ എടുക്കുമ്പോൾ. നല്ല അടിപൊളിപ്പുണ്ടാവും. ഇവിടെയോ? ഇവിടെ ഈ മീൻപിടുത്തമൊക്കെ അനുവദിക്കുന്നുണ്ടോ? ട്രൈബൽസിന് മാത്രം. അതിനെ വിൽക്കുന്നുണ്ടോ? അത് തൃശ്ശൂർ മാർക്കറ്റ് കൊണ്ടുപോകാം. അത് ശരി. യെസ്, അതെ അതെ അതെ, ഒന്ന് കറങ്ങും.